ഒരു കാടിനുള്ളിലെ മനോഹരമായ നദി കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ആ കാടിനുള്ളിൽ ഒരുത്തൻ സോംബിയുടെ കടി വാങ്ങി കഷ്ടപ്പെട്ട് തട്ടിത്തടഞ്ഞ് നടന്നു വരുന്നുണ്ട്. അവന് വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യന്റെ ചുടു ചോരയ്ക്ക് ദാഹിച്ച് ഇറച്ചി കടിച്ചു പറിക്കാനുള്ള അടങ്ങാത്ത വിശപ്പുമായി അവൻ മനുഷ്യനെ തേടി നടക്കുകയാണ്. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് അവൻ പൂർണ്ണമായും ഒരു സോംബിയായി മാറുന്നു. ഇതേസമയം ഒരു കമിതാക്കൾ കാട്ടിൽ ടെന്റടിച്ച് താമസിച്ച് വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ രാത്രി ലവ് മേക്കിംഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും അവിടെ എത്തിയ മൊട്ട സോംബി ടെന്റിലേക്ക് നോക്കി മുരണ്ടുകൊണ്ടിരിക്കുന്നു. അത് കേട്ട കാമുകി പുറത്തെന്ത് ശബ്ദം കേൾക്കുന്നു, എന്താണെന്ന് നോക്കെന്നും പറഞ്ഞ് കാമുകനെ പുറത്തേക്ക് വിടുന്നു. അർദ്ധനഗ്നനായി പുറത്തു വന്ന കാമുകൻ പല കാട്ടുമൃഗവുമായിരിക്കുമെന്ന് കരുതി ടോർച്ചടിച്ചപ്പോ ആണ്ട് നിൽക്കുന്നു സോംബി. പാവം, അവന്റെ കമ്പി പോലും തുരുമ്പിച്ചു പോയി. ഉള്ളിലുള്ള കാമുകിയാവട്ടെ എന്താ പറ്റിയത്, പുറത്തെന്താ എന്നൊക്കെ അവനോട് വിളിച്ചു ചോദിച്ചെങ്കിലും മറുപടി പറയാൻ പറ്റാതെ സ്തബ്ധനായി പിരിവെട്ടി നിൽക്കുകയാണ് കാമുകൻ. പെട്ടെന്ന് സ്ഥലകാലബോധം തിരിച്ചിട്ടിയ കാമുകൻ കയ്യിലുള്ള ടോർച്ചും ചാടി അണ്ടർവെയറോട് കൂടി ഓടിപ്പോകുന്നു. ഇവനെന്താ വട്ടുപിടിച്ചോ, ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കാമുകി പുറത്തേക്ക് വരുന്നു. കാമുകി നോക്കിയപ്പോഴോ ദേ കിടക്കുന്നു ടോർച്ച് താഴെ. വീണ് കിടക്കുന്ന ടോർച്ച് എടുത്ത് അടിച്ചു നോക്കിയ അവളും സോംബിയെ കണ്ട് വണ്ടടിച്ചുപോയി. പൊടുന്നനെ സോംബി അവളെ ആക്രമിക്കാൻ ശ്രമിച്ചതും അവൾ ആ ടോർച്ചും കൊണ്ട് സോംബിയുടെ മോന്തയ്ക്ക് ഓങ്ങിയൊരടി. ആ സോംബിയുടെ കണ്ണ് തൂർത്തി പുറത്തു വന്നുപോയി. അതോടെ സോംബി അവളെ തുരത്താൻ തുടങ്ങി. പേടിച്ചു വിറച്ച് കാമുകി കാടിനുള്ളിലേക്ക് ജീവനും കൊണ്ടോടുന്നു. പിന്നാലെ പോയ സോംബിയുടെ കണ്ണ് ഒരു മരച്ചിലയിൽ കുരുങ്ങിപ്പോകുന്നു. സോംബി അതിൽ തൂങ്ങി നിൽക്കുകയാണ്. അവസാനം കണ്ണിന്റെ ഞരമ്പുകൾ കട്ടായി സോംബി താഴെ വീഴുന്നു. ഇതേസമയം ആ കാടിന്റെ മറ്റൊരു ഭാഗത്ത് ട്രിപ്പ് വന്ന കുറച്ചുപേര് സോംബികൾ വളയുന്നത് കണ്ട് മരണഭയത്തോടെ അടുത്തുണ്ടായിരുന്ന ഒരു വുഡ് ഹൗസിലേക്ക് ഓടിക്കയറുന്നു. സോംബികളെല്ലാം ആ വീട് ചുറ്റി വളയുന്നു. അങ്ങോട്ടെത്തിയ ആ മൊട്ട സോംബി ആ വീടിന്റെ വാതിലിന് തട്ടാൻ നോക്കിയപ്പോൾ അതിന്റെ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു സോംബി വന്ന് മൊട്ട സോംബിയെ തള്ളി ഓടിച്ചു വിടുന്നു. പാവം മൊട്ട, അവൻ അവിടെ നിന്നും അടുത്തടുത്ത ജനലുകളുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെയെല്ലാം വേറെ വേറെ സോംബികൾ സ്ഥാനം പിടിച്ചിരുന്നു. ഉള്ളിലുള്ളവർ ഏത് വഴി പുറത്തു വന്നാലും കടിച്ച് പറിക്കാനായി അവർ തയ്യാറായി നിൽക്കുകയാണ്. ഒരു സോംബിയും നമ്മുടെ മൊട്ട സോംബിയെ കൂടെ നിർത്താൻ തയ്യാറായില്ല. അങ്ങനെ അവൻ അവസാനത്തെ ജനലിനടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ലേഡി സോംബി നിൽപ്പുണ്ടായിരുന്നു. അവൾ മൊട്ട സോംബിയെയും കൂടെ കൂട്ടുന്നു. തുടർന്ന് മൊട്ട സോംബി ആ ജനലിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച് കൈ ഉള്ളിലേക്കിടുന്നു. പൊടുന്നനെ അതിനുള്ളിൽ കുടുങ്ങിയവർ കയ്യിൽ കിട്ടിയ കോടാലി കൊണ്ട് മൊട്ട സോംബിയുടെ കൈ അറുത്തു മാറ്റുന്നു. അവന്റെ മുറിക്കൈ കണ്ട് വാതിലിനടുത്തുണ്ടായിരുന്ന സോംബി കളിയാക്കി ചിരിക്കുന്നു. പൊടുന്നനെ ആ വീട്ടിലുണ്ടായിരുന്നവർ വാതിൽ തുറന്ന് ആ സോംബിയുടെ തല വെട്ടിക്കളഞ്ഞ് അവിടെ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. താഴെ വീണുപോയ മൊട്ട സോംബിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ ലേഡി സോംബി. പക്ഷേ മൊട്ട സോംബി കൈവലിച്ചതോടെ ലേഡി സോംബിയുടെ കൈ പൊരിഞ്ഞ് ഊരിപ്പോയി. കൈ തന്നവളുടെ കൈ പൊരിച്ചെടുത്തല്ലോടെ പരനാറിയെന്നും ചിന്തിച്ച് മൊട്ട സോംബിയെ അവിടെ വിട്ടിട്ട് ലേഡി സോംബി ഓടിപ്പോയവരെ പിടിച്ചു തിന്നാനായി പോകുന്നു. ഇതേസമയം ബാക്കിയുള്ള സോംബികളെല്ലാം ചേർന്ന് അവരെ വളഞ്ഞിരുന്നു. ഭയന്ന് വിറച്ച് മൂത്രം പോയി നിൽക്കുകയാണ് അവരെല്ലാവരും. അവരുടെ പേടിച്ചരണ്ട അലർച്ച ആ കാട്ടിലെങ്ങ് മുഴങ്ങി. ഇതേസമയം ആ മൊട്ട സോംബി എഴുന്നേറ്റ് വന്ന് ലേഡി സോംബിയുടെ കൈകോർത്ത് പിടിച്ച് ലവ് മേക്കിംഗ് ചെയ്യാൻ ആരംഭിക്കുന്നു. അവരിരുവരും അവരുടെ പ്രണയം പങ്കുവയ്ക്കുന്നു. മറുവശത്താവട്ടെ ഓടിപ്പോയവരിൽ ഒരുത്തനെ സോംബികൾ അറ്റാക്ക് ചെയ്ത് അവന്റെ കൊടൽമാല പറിച്ചെടുത്ത് കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊട്ട സോംബിക്കും വിശപ്പ് കൂടി തുടങ്ങി. എനിക്ക് തലച്ചോറ് വേണമെന്ന് ലേഡി സോംബിയോട് അവൻ പറയുന്നു. ഉടനെ ലേഡി സോംബി മറ്റു സോംബികൾ കടിച്ച് പറിച്ചവന്റെ ഇറച്ചി വലിച്ചെടുത്ത് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ മൊട്ട സോംബി തനിക്ക് തലച്ചോറ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. ലേഡി സോംബി വേഗം തന്നെ അവന്റെ തല പിഴുതെടുത്ത് മൊട്ട സോംബിയുടെ അടുത്തേക്ക് വരികയായിരുന്നു. അതേസമയം ആ പയ്യന്റെ ഗേൾഫ്രണ്ട് ഒരു മഴവും കൊണ്ട് ഓടി വന്ന് ലേഡി സോംബിയുടെ കഴുത്തിൽ ഒറ്റവെട്ട് അതിന്റെ തല തെറിച്ച് മൊട്ട സോംബിയുടെ മുന്നിലേക്ക് വീഴുന്നു. ഗേൾഫ്രണ്ടിനെ അവളുടെ കൂട്ടുകാരി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, വേഗം രക്ഷപ്പെടാമെന്നും പറഞ്ഞ് പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. നമ്മുടെ മൊട്ട സോംബി ആവട്ടെ താഴെ വീണ് കിടക്കുന്ന തന്റെ കാമുകി സോംബിയുടെ തല വേദനയോടെ എടുക്കുന്നു. കണ്ണീര് വരാനാവട്ടെ ഒരു കണ്ണില്ല, നല്ല വിശപ്പും. ഒന്നും ചിന്തിക്കാതെ അവൻ കാമുകി സോംബിയുടെ തലച്ചോറ് തന്നെ തിന്ന് വിശപ്പടക്കുന്നു. പെണ്ണിനെയും കിട്ടി, കഴപ്പം തീർത്തു, വിശപ്പ് മാറി എന്ന് ഗംഗാരം മോലാളിയെ പോലെ ചിന്തിച്ചിട്ടുണ്ടാവാം നമ്മുടെ മൊട്ട സോംബി.